ഇപ്പോൾ SDPI പിന്തുണ സംബന്ധിച്ചും ഇപ്പോൾ പ്രചാരണക്കളത്തിൽ വാക്പോരുകൾ നടക്കുന്നുണ്ട്. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് PK കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം സംഘടനകളും ആവശ്യപ്പെട്ടതുകൊണ്ടെന്ന് SDPI ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ LDF-നെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നും SDPI സംസ്ഥാന പ്രസിഡന്റ് CP അബ്ദുൽ ലത്തീഫ് 24-നോട് പറഞ്ഞു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങളവിടെ BJP-യെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി UDF-നെ പിന്തുണക്കുക എന്നൊരു ലൈനാണ് സ്വീകരിച്ചിരുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയം പറയുകയും അത് ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുകയും അതിനുവേണ്ടി വോട്ട് പിടിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ പോസിറ്റീവ് പൊളിറ്റിക്സ്. അതിനുവേണ്ടിയാണ് ഞങ്ങളവിടെ സ്ഥാനാർത്ഥി നിർത്തിയത്. അത് BJP-ക്ക് വിജയിക്കാനുള്ള അവസരമൊരുക്കുകയാണ് രീതിയിലുള്ള പരാമർശങ്ങളുണ്ടായി, ഡീലായി പരാമർശിച്ചു, അങ്ങനെ പല കാര്യങ്ങളും വന്നു. അതിൽ നമ്മുടെ അവിടുത്തെ പൊതുവെയുള്ള മുസ്ലിം സംഘടനകൾ, മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി പോലുള്ള സംവിധാനങ്ങളൊക്കെ ഞങ്ങളോട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ബന്ധപ്പെട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ അവിടുത്തെ പ്രാദേശിക നേതൃത്വങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്, മുസ്ലിം സംഘടനകൾ ബന്ധപ്പെട്ടു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബന്ധപ്പെട്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള പലരും, അതിപ്പോൾ ഓരോരുത്തരുടെ നമുക്കിങ്ങനെ കൗണ്ട് ചെയ്തിട്ടുണ്ട്, പലരും അവിടുത്തെ കാര്യത്തിൽ. അതുകൊണ്ടാണ് നിങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് മാത്രമല്ല, അതും ഒരു കാരണമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPI പിന്തുണയുടെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല. SDPI-യുമായി ഒരു നീക്കുപോക്കുമില്ല എന്നായിരുന്നു CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. SDPI പിന്തുണയിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചില്ല. ഞങ്ങൾ മത്സരിക്കുന്നത് LDF എന്ന തരത്തിൽ തന്നെയാണ്. LDF-ന്റെ നയം വളരെ പ്രസിദ്ധമാണ്. LDF സാധാരണ നിലയിൽ നമ്മുടെ സംസ്ഥാനത്തെ ചില സ്വതന്ത്രരെ നിർത്താറുണ്ട്. എല്ലാ കാലത്തും സ്വതന്ത്രരെ നിർത്തിയിട്ടുണ്ട്. ആ സ്വതന്ത്രരെ നിർത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ രീതികളല്ല, നല്ല സംശുദ്ധരായ സ്വതന്ത്രരെയാണ് ഞങ്ങളെപ്പോഴും നിർത്താറുള്ളത്. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നല്ല നിലയ്ക്ക് ജയിച്ചു വന്നിട്ടുമുണ്ട്. മലപ്പുറത്ത് ഞങ്ങൾ നടത്തിയ പല പരീക്ഷണങ്ങളും നല്ല നിലയ്ക്ക് ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ലീഗിന് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. UDF-ന് പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ തെറ്റായ ഒരു ചിത്രം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ്. മങ്കടയിലൊക്കെ നല്ല നിലയിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ഇത്തവണ LDF-ന് വിജയസാധ്യതയുടെ മണ്ഡലമായിട്ട് തന്നെ മാറുന്നു എന്നതാണ് മങ്കടയുടെ പ്രത്യേകത. മണ്ഡലത്തിൽ ഈ SDPI-യുടെ പിന്തുണ അവർ നേരത്തെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, പിന്നീട് LDF സ്ഥാനാർത്ഥിക്കാണ് പിന്തുണ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് അതിൽ വിഷമമുണ്ട്. എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞല്ലോ, മങ്കടയിൽ ഞങ്ങൾ നല്ല സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ളത്, നല്ല രീതിയിൽ ജയിച്ചു വരും. നിങ്ങൾ എന്തിനാണ് വല്ലാതെ വിഷമിക്കുന്നത്? ആ വിഷമം കൊണ്ട് കുറച്ച് നടക്കി, അത് വേറൊന്നും ചെയ്യാനില്ലാലോ. പ്രയാസം മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. എല്ലാവർക്കും നിങ്ങളെ വിഷമം മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെ വിഷമം മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയല്ലോ. വരട്ടെ ഇല്ലാത്ത കാര്യത്തെ പറ്റി ചർച്ച ചെയ്യണ്ട. ഉള്ള കാര്യം അവർ തന്നെ പറയട്ടെ. ഇനി എന്താണെന്നുള്ള പറയട്ടെ, നോക്കിയിട്ട് പറയാം. CPIയുടെ നിലപാട് മാറ്റത്തിന് പിന്നിൽ LDF-ഉമായുള്ള അന്തർധാര എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കേരളത്തിൽ SDPI-യും CPM-ഉം തമ്മിൽ കൂട്ടുകെട്ടുണ്ടായിരിക്കുകയാണ്. PDP-യും CPM-ഉം തമ്മിൽ കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുകയാണ്. എൻ്റെ മണ്ഡലത്തിൽ PDP-യുടെ നോമിനേഷൻ കൊടുത്തു. അപ്പോൾ അതിന് നാമനിർദ്ദേശ പത്രിക സ്കൂട്ടണി ചെയ്തപ്പോൾ അതിനകത്തെല്ലാം വലിയ ഗുരുതരമായ തെറ്റുകളാണ്. അപ്പോൾ എൻ്റെ ഏജൻറ്റ് അതിന് ഒബ്ജക്റ്റ് ചെയ്തു. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എതിർത്തത് BJP-യും CPM-ഉമായിരുന്നു. അത് തള്ളരുന്നത്. അപ്പോൾ ഇവരൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? കേരളത്തിൽ SDPI പരസ്യമായിട്ട് പ്രഖ്യാപിച്ചല്ലോ, LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. PDP തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരുൺ, ഈ മഞ്ചേശ്വരത്തിൽ ഉൾപ്പെടെ SDPI സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റം അത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഇത്. എന്താണ് SDPI സംസ്ഥാന പ്രസിഡന്റ് പ്രതികരണം? വിവരങ്ങൾ. അമൃത, മഞ്ചേശ്വരത്ത് SDPI ആരെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പ്രാദേശികമായ SDPI നേതൃത്വത്തിൻ്റെ വികാരം എന്ന് പറയുന്നത് LDF-ന് പിന്തുണ കൊടുക്കണം. മഞ്ചേശ്വരത്തെ UDF സ്ഥാനാർത്ഥി AKM അഷ്റഫിനെ ഒരു കാരണവശാലും പിന്തുണയ്ക്കാൻ കഴിയില്ല. ഒരു കാരണവശാലും AKM അഷ്റഫിന്
വോട്ട് ചെയ്യില്ല എന്നാണ് പ്രാദേശിക SDPI വികാരം. അതിന് കാരണമെന്ന് പറയുന്നത് ഈ SDPIയെ മോശമായി ചിത്രീകരിക്കുകയും SDPIയെ വെല്ലുവിളിക്കുകയും ചെയ്തു എന്നാണ് SDPI പ്രവർത്തകർ പറയുന്നത്. പക്ഷേ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് ഇപ്പോഴും ഇക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇന്നിപ്പോൾ 24-നുള്ള പ്രതികരണത്തിലും അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ആർക്ക് പിന്തുണ നൽകും, എന്ത് നിലപാടെടുക്കുമെന്ന കാര്യത്തിൽ SDPI ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം പറയുന്നില്ല. ഔദ്യോഗികമായ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും ഔദ്യോഗികമായ തീരുമാനം പറയാൻ കഴിയൂ എന്നാണ് SDPIയുടെ ഒരു നിലപാട്. മറ്റൊന്ന്, മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് വേണ്ടി UDF നേതാക്കൾ ഇടപെട്ടു എന്നത് പകൽ പോലെ വ്യക്തമാണ്. അത് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് സമ്മതിക്കുന്നുമുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ ഇടപെട്ടു. ഒപ്പം മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനറും ഇതിൽ ഇടപെട്ടു എന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് തന്നെ സമ്മതിക്കുന്നുണ്ട്. നേരത്തെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്ത KM അഷ്റഫും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. UDFന്റെ ചൊൽപ്പടിക്ക് SDPI നിന്നു. അത് പ്രാദേശികമായ വലിയ വികാരത്തിന് ഇടയാക്കിയെന്ന് KM അഷ്റഫ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞത് SDPIയുമായി കൂട്ടുകെട്ടില്ല എന്ന് തന്നെയാണ്. SDPIയുടെ വോട്ടുകൾ UDF സ്വീകരിക്കില്ല എന്ന തരത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ ഒരു നിലപാടുണ്ടായത്. ഇനി KR ജയാനന്ദ ഉൾപ്പെടെയുള്ള LDF സ്ഥാനാർത്ഥിയും SDPI വോട്ടിനെ ചൊല്ലി അദ്ദേഹത്തിന്റെ പ്രതികരണവും ഉണ്ടായിരുന്നു. വോട്ട് ആർക്ക് നൽകുമെന്ന് SDPI പറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ വോട്ട് സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുമെന്നാണ് LDF നേതൃത്വത്തിന്റെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.